Hi all, this is Abhay from Prepwise. 2024 CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹലോ ഓൾ, വെൽക്കം ടു പ്രിപ്പൈസ്. CUET B.Ed നമ്മുടെ എൻട്രൻസ് എക്സാമിന് കഴിഞ്ഞ വർഷത്ത് നടന്നിട്ടുള്ള 2023 നടന്നിട്ടുള്ള എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ആവണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു കടമ്പയാണ് B.Ed എന്ന് പറയുന്നത്. ഇപ്പൊ B.Edലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ രാജ്യത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന B.Edകളിലേക്കുള്ള എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനുകൾ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള B.Ed എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരിക്കണം എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പം ഈ ഒരു B.Ed കോഴ്സിന്റെ B.Ed എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് CUET എക്സാമിൽ വരുന്ന സമയത്ത് 2 പാസേജ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ പാസേജ് ക്വസ്റ്റ്യൻസ് പഠിച്ച ആളുകളെ സംബന്ധിച്ച് അറിയാം, ഒരു പാസേജും അതിനോട് സംബന്ധിച്ച 5 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരിക്കുക. അത്തരത്തിലുള്ള 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് CUET B.Ed നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഈ ഒരു പാസേജുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത, നമ്മുടെ ഒരു ഫാക്ച്വൽ എലമെന്റോ ഒന്നും തന്നെ പഠിക്കാത്ത തരത്തിലുള്ള പാസേജുകളായിരിക്കും എന്തായിട്ട് തന്നിട്ടുണ്ടാവുക, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവുക. ആ ഒരു പാസേജ് നമ്മൾ വായിച്ചതിന് ശേഷം അതിൽ നിന്നാണ് നമ്മൾ ഉത്തരങ്ങൾ അഡാപ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ ഉത്തരങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് വായിക്കേണ്ടി വരും. അതായത് ഫാസ്റ്റ് ആയിട്ട് വായിച്ച് പഠിക്കേണ്ടി വരും. അതിനുശേഷം പിന്നീട് നമ്മൾ ആ ഒരു പാരഗ്രാഫ് എന്താണെന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം പാരഗ്രാഫ് മൊത്തം ഒന്ന് വായിക്കുക. ഞാൻ ഇനി ഈ പാരഗ്രാഫ് വായിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസേഴ്സിലേക്ക് പോവുകയായിരിക്കും ചെയ്യുക. അപ്പൊ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം പാരഗ്രാഫ് വായിക്കുക. റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു പാഠത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു യാതൊരു തരത്തിൽ ബന്ധമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള റീഡിംഗ് കോംപ്രഹെൻഷനുള്ള പാരഗ്രാഫ് വരുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ആളുകൾക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷനിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. കോംപ്രഹെൻഷൻസ് തരുന്നത് നമ്മുടെ റീഡിംഗ് എബിലിറ്റിനെയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റിനെയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ടു മേക്ക് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ എ റിക്വയർമെന്റ് ഓഫ് സയൻസ് സ്റ്റഡി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കാം. അക്സെപ്റ്റൻസ് ഓഫ് ദി ഐഡിയ ഈസ് നീഡഡ്, എ കോഡ് ഓർഡർ ഈസ് നീഡഡ്, എ ഡിസിപ്ലിനറി ടീച്ചർ ഈസ് നീഡഡ്, എ കളക്ഷൻ ഓഫ് ബുക്സ് ഈസ് നീഡഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ദ കോഡ് ഹാസ് മെയ്ഡ് ദിസ് സെക്ഷൻ ഓഫ് അനിമൽസ് ഓപ്ഷണൽ ഫോർ ബയോളജി സ്റ്റുഡൻസ്. ഐ വണ്ടർ ഇഫ് another court order can be sought to make observation of nature a requirement for science study. ഇപ്പൊ സയൻസ് സ്റ്റഡീസിന്റെ ഒരു റിക്വയർമെന്റ് ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കോർട്ട് ഓർഡറിനെ വെച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എ കോർട്ട് ഓർഡർ ഈസ് നീഡഡ് ടു മേക്ക് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ എ റിക്വയർമെന്റ് ഫോർ സയൻസ് സ്റ്റഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് എ ടീച്ചർ യൂസസ് ബുക്സ് അതർ ദാൻ ടെക്സ്റ്റ് ബുക്സ് ഇൻ ദ ക്ലാസ്, ഹിസ് ഓർ ഹെർ എഫേർട്ട് വിൽ make the burden on children to connect things in their mind, give an opportunity of leisurely and free learning, and create fortune for students to get more books and give rise to make remarkable fixation about this textbooks. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഒരു കീവേഡ് കണ്ടുപിടിക്കാം. ടീച്ചർ യൂസസ് ബുക്സ് അതർ ദാൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇൻ ദ ക്ലാസ്. ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്നു? അപ്പം അതുമായി ബന്ധപ്പെട്ട് പാരഗ്രാഫിൽ എന്താണ് കൊടുത്തതെന്ന് നോക്കാം. ബുക്സ് വിച്ച് ആർ നോട്ട് ഫോർച്യൂൺ ഇനഫ് ടു ഗെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് മീനിങ് നത്തിങ് ഇൻ അവർ സിസ്റ്റം. അതർവൈസ് എ remarkable book on trees written by Chakrabarti S. Venkatesh would have made an impact, the kind of leisure it demands. But give an opportunity of leisurely and
ഫ്രീ ലേണിംഗ്. അപ്പൊ നമ്മൾ മറ്റു ബുക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെഷർലി ഉള്ള ഒരു ലേണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഈ പാരഗ്രാഫ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നതിനനുസരിച്ച് ഈ പാരഗ്രാഫ് നമ്മൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നത്. Then the next question, a good learning opportunity should provide an opportunity of free and relaxed investigation and observation, a cursory with worldwide coverage of every topic and fact, a prioritized opportunity of group discipline and curiosity, and experience of worldwide investigation and obsession. അപ്പോൾ എ ഗുഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ ഈ പാരഗ്രാഫ് മൊത്തം വായിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, our children of course never get this kind of opportunity or training. A visit to the zoo means everything. അപ്പൊ അവരൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ മാറ്റം വരുത്തി, ഒരു ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നേരിട്ട് പോയി കണ്ടുപഠിക്കുന്ന മെത്തേഡിലേക്ക് വന്നു. ജസ്റ്റ് ആസ് സിമ്പിൾ syllabi provide a cursory worldwide coverage of every topic and fact. A group of children was rushing past the photo exhibition at the Sampati Ashram. Two boys managed to stop at a picture for a few minutes, noticing something unusual in it. As I watched in horror, one of these teachers came back looking for the boys, and the first thing she did on finding them was to slap and scold them for staying behind. Anyone who has around school corridors would know that teachers give priority to maintaining group discipline or appreciating individual the effort. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് കൊടുക്കുന്നത് എന്താണ്? റിലാക്സ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, that is 29th question ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് 26, 27, 28 മുതൽ എന്താണ് വരുന്നത്? നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ദെൻ ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, children whose entire knowledge of nature come from books, the background and a few laboratory experiments along with the computer monitor, their understanding of nature is. ഇപ്പൊ സെയിം പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ് ഇവര് ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന്. A student can get through school with shining success without developing the ability to notice details in nature phenomena. There are children whose entire knowledge of nature come from books, the background, and a few laboratory experiments. In the case of some, we can add a computer monitor. I wish the science syllabus might include a reading of the King Simbas delightful classic on animal behavior and jungle and background, a collection of essays by the L.M. Krishnan. It is a pity our children get no taste of the pleasure. Then ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ they divide of pleasure. ഇങ്ങനെ ആവുന്നതിലൂടെ അവർക്ക് എന്താണ്, അവരുടെ പ്ലഷർ നഷ്ടപ്പെടുകയാണ്. അപ്പം they get no taste of pleasure, that is divide of pleasure. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു പാസേജുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ടോക്കിയോ സൂ ഇൻസിഡന്റ് ഡിസ്ക്രൈബ് ബൈ ദ ഓതർ, ദ ചിൽഡ്രൻ ലേൺ ടു ബി സെൻസിറ്റീവ് ടു അനിമൽസ് ആൻഡ് കോൺഷ്യസ് അബൌട്ട് ദെയർ ബോഡി പാർട്സ്, ബി proficient in animal studies and zoo-related behavior, observe animal behavior and form and make comparison, give respect to animals by spending time in the zoo. അപ്പം എന്താണ് ഇവർ ആ ഒരു സൂവിൽ സ്പെൻഡ് ചെയ്തതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്? I recall meeting a large group of children outside the wolf compound in the Tokyo Zoo. Several hours later, I noticed the children and their teachers still busy with the wolf. They had spent a day watching every part and behavior of the wolf. അപ്പോൾ they were taking notes and comparing their observation with those given in the books they are carrying. ഇപ്പൊ ടോക്കിയോ സൂവിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പോയ സമയത്ത് സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഒബ്സർവ് അനിമൽ ബിഹേവിയർ ആൻഡ് ഫോം ആൻഡ് മേക്ക് കമ്പാരിസൺ. ഇപ്പോൾ അനിമലിന്റെ ബിഹേവിയർ നോക്കി കണ്ട് മനസ്സിലാക്കി കമ്പാരിസൺ നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സെറ്റ്
പാസേജുമായിട്ട് ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ്. ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ഒളിഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെയാണ്, നമ്മുടെ പാസേജിൽ തന്നെയാണ്. അപ്പൊ ഇനി അടുത്തൊരു പാസേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ B.Edന്റെ എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ ഇത് ടീച്ചിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം എന്ത് കാണുക, വായിക്കുക, പാസേജ് ഒന്ന് വായിക്കുക. സോ ക്വസ്റ്റ്യൻ ഇതാണ്: The students were talking a lot in the class. Which word describes the teacher best? The students were talking a lot in this class. അപ്പൊ ഇതൊരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ കുട്ടികളെ മൊത്തം നന്നായിട്ട് ഡിസ്കഷനിലും മറ്റും എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടീച്ചറിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഏത് തരത്തിലുള്ള ടീച്ചറാണ്? അൺപ്ലാൻഡ് ആണോ, ടോക്കേറ്റീവ് ആയിട്ടുള്ളതാണോ, ഡെമോക്രാറ്റിക് ആണോ, പ്ലസന്റ് ആണോ? അപ്പൊ ഈ പാരഗ്രാഫ് മൊത്തം വായിച്ചു കഴിയുന്ന സമയത്ത് മനസ്സിലാവും ഇതിലുള്ള ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. സോ ടീച്ചർ എന്ന് പറയുന്നത് അൺപ്ലാൻഡ് അല്ല. അൺപ്ലാൻഡ് ആണെങ്കിൽ എന്താ, ക്ലാസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ. ദെൻ ടോക്കേറ്റീവ് ആയിട്ടുള്ള ടീച്ചർ അല്ല, പകരം ഡെമോക്രാറ്റിക് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടീച്ചർ ആസ് എ ഡെമോക്രാറ്റിക് പേഴ്സൺ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട്: ബൈ അഡ്രസ്സിംഗ് ഡസ്റ്റ്, എയർ, സൗണ്ട് ആൻഡ് ദ സൺലൈറ്റ് ആസ് ലോങ് ഡിസ്റ്റൻസ് പാർട്ടിസിപ്പൻസ്, ദ ടീച്ചർ entertained his students, expanded his students' thought, cheered up his students, reduced the shame of coming late. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും, അവര് പറയുന്നുണ്ട് ദൂരെ നിന്ന് വരുന്നത് ആരൊക്കെയാണ്, ഡസ്റ്റ്, എയർ, സൗണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടീച്ചർ നമ്മളൊരു ടോപ്പിക് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തോട്ടിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ തോട്ടിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആൻസർ ഇസ് ബി ആണ്. ടീച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ഡസ്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇവിടെ ഒരു മൈന വന്നിട്ടുണ്ട്, ഒരു മൈന അവരുടെ ഫാനിൽ വന്നിരുന്നിട്ടുണ്ട്, അതിന്റെ തോട്ട് വെച്ചിട്ട് ആ ചെറിയ നാരോയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ അത് ടീച്ചർ ചെയ്യുന്നത് കുട്ടികളുടെ തോട്ട് പ്രോസസ് എക്സ്പാൻഡ് ചെയ്യിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു പാസേജുമായിട്ട് ബന്ധപ്പെട്ട തേർഡ് ക്വസ്റ്റ്യൻ: ദ ടീച്ചർ ഓപ്പൺ ദ ഡിസ്കഷൻ ഓൺ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂട്ടേഴ്സ് by asking about the minor. This shows his ability to. ആ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് മൈനയായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതിൽ നിന്ന് ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് മാറ്റി ടീച്ചർ ചോദിക്കുന്നത് ആ ടീച്ചറിന്റെ എന്ത് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. Ask multiple questions about long distance commuters, help children arrive at the correct answer to his questions, utilize unexpected learning opportunities in the classroom, and use birds as a teaching learning material. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിക്കുന്നവർക്ക് ടീച്ചർ എന്തല്ല മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ടീച്ചർ പ്രീ പ്ലാൻഡ് ആയിട്ട് അവിടെ കൊണ്ടുവച്ച ഒരു ബേർഡ് അല്ലായിരുന്നത്. അത് അവിടെ വന്നിരുന്നു. പിന്നെ ടോക്കും കാര്യങ്ങളും പഠിപ്പിക്കുന്നതും കുട്ടികളുടെ ഡിസ്കഷനും ഒക്കെ ബേസ് ചെയ്യുന്നത് ആ ഒരു ബേർഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് അവിടെ അൺഎക്സ്പെക്ടഡ്ലി വരുന്നത്. യൂട്ടിലൈസ് അൺഎക്സ്പെക്ടഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ഇവന്റ്സ് ഒക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ക്ലാസ് എടുത്ത് പോകല്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിലേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പിക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The teacher repeatedly asked children to think of more long distance commuters. Which of the following describes the teacher's approach more appropriately? ടീച്ചർ വീണ്ടും കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. That is asking several questions, making students think, not satisfied by answers, not responding to students' questions. അപ്പൊ ടീച്ചർ വീണ്ടും അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളോട് വീണ്ടും ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞ ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന ഉത്തരത്തിന് റെസ്പോണ്ട് ചെയ്യാത്തതല്ല. കുട്ടികളെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കണം? കുട്ടികൾ തരുന്ന റിപ്ലൈസിൽ നിന്നായിരിക്കണം. അതായത് അവര് തന്നുകൊണ്ടിരിക്കുന്ന ആൻസേഴ്സുകളിലൂടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളും മുന്നോട്ട് മൂവ് ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ B.Edലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ് സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിൽ വരുന്നതാണ് ഇത്. ഈ ഒരു പാരഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു. ഫസ്റ്റത്തെ പാരഗ്രാഫിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി സിമ്പിൾ ആയിട്ടുള്ള പാരഗ്രാഫ് ആയിരുന്നു. Then last question, ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The children asked several questions in the class. Which of the following best describe children's attitude? കുട്ടികൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് എന്തിനെയാണ്, കുട്ടികളുടെ എന്ത് ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്? പാർട്ടിസിപ്പേറ്ററി, ബോധേഴ്സം, ഹൈപ്പർ ആക്റ്റീവ്, നോട്ടി. കുട്ടികൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ക്ലാസ് റൂം എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. സോ കുട്ടികളുടെ ഏത് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? പാർട്ടിസിപ്പേറ്ററി ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ 2 സെറ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് വരുന്ന സമയത്തിന്റെ ഒരു മേജർ പോർഷൻ നമ്മൾ ഉപയോഗിക്കുക റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ ശരിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടല്ല റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യുന്നത്. ഒരു പാരഗ്രാഫ് വായിക്കുകയും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പെർസെന്റേജ് ഇപ്പം എക്സാമിലേക്ക് നല്ലൊരു പെർസെന്റേജ് നമ്മുടെ ടോട്ടൽ സ്കോറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ എങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫാസ്റ്റ് ആയിട്ട് വായിക്കാനും ഫാസ്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താനും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഭാഗത്ത് നിന്നുള്ള സ്കോർസ് കിട്ടും.